ഹായ് ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാന്ദിനിയും സുഭാഷ് ഏട്ടനും കൂടി അങ്ങനെ ഉമ്മറത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ സംസാരവും ചിരിയും കളിയൊക്കെ നമ്മുടെ ഹരീഷും നികേഷും കൂടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നികേഷ് പിന്നെയും ഫോണിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നിധി അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ അമ്മായി അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിധി ചെല്ലുമ്പോൾ തന്നെ ഒരു മര്യാദയ്ക്ക് വേണ്ടി അമ്മായിനോട് ചോദിക്കും, എന്താ അമ്മായി എന്തെങ്കിലും പാചകം ചെയ്യാണോ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ അമ്മായി പറയും, അല്ല അലക്കുവാണ്, എന്താ എന്ന് ചോദിക്കും. അപ്പോൾ നിധിക്ക് മനസ്സിലായി അമ്മായി നല്ല രീതിയിലല്ല പറഞ്ഞത്. അപ്പം നിധി പറയും, അല്ല സ്റ്റൗവ് ഒന്ന് കാലിയായിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് ഉണ്ടാക്കാനായിരുന്നു എന്ന് പറയും. അപ്പോൾ അമ്മായി പറയും, അതെ പിന്നെ ഇവിടെ തൊഴാൻ വന്നവർ തൊഴുതിട്ട് പൊയ്ക്കോളണം, അല്ലാതെ ഇവിടുത്തെ അടുക്കളയിലും മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാൻ വരരുത് എന്ന് പറയും. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിധിനോട് ചൂടാവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുധീഷ് അങ്ങോട്ട് വരും. എന്താ നിധി, എന്താ പ്രശ്നം, ഇവരെന്താ തന്നെയോട് എന്താ പറയണതെന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയും, ഒന്നുമില്ല സുധീഷേ, ഞാൻ തൊണ്ടയ്ക്ക് ഭയങ്കര വേദന, അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാമെന്ന് ഓർത്ത് വന്നതാണ്. അപ്പോൾ അമ്മായി പറഞ്ഞു ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അവരിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, അതിനെന്താ, അതൊന്ന് മാറ്റിയാൽ പോരെ, അതിലേക്ക് വെച്ചാൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മായി പറയും, ഇവിടുത്തെ 2 മുറി അടുക്കളയും ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തേക്കണെയാണ്, അവിടെ ആർക്കും ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, 2 മുറി നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, അടുക്കള കോമണാ എന്ന് പറയും. അപ്പോൾ നിധിനോട് പറയും, നിധി താൻ ഇനിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, തനിക്ക് നമുക്ക് വേണ്ട ഫുഡൊക്കെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് വരുത്താമെന്ന് പറയും. അപ്പോൾ അമ്മായി പറയും, ഇവിടെ ശുദ്ധവും വൃത്തിയൊക്കെ ആവശ്യമാണ്, അതുകൊണ്ട് എല്ലാവരും തൊഴാൻ വന്നവർ അവരവർ തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്നാണ് നിയമം എന്നൊക്കെ പറയും. അപ്പോൾ സുധീഷ് പറയും, ഓ ആയിക്കോട്ടെ, എന്നാൽ ശുദ്ധവും വൃത്തിയുള്ള എവിടെ നിന്നെങ്കിലും ഫുഡ് ഞങ്ങൾ വരുത്തിച്ചോളാം കേട്ടോ എന്ന് പറയും. അപ്പോൾ അമ്മായിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ സുധീഷ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ എന്ന് വെച്ചിട്ട് അമ്മായി കുക്ക് ചെയ്യണ ഒരു പാത്രം എടുത്ത് താഴേക്ക് വെച്ചിട്ട് ഒരു പാത്രത്തിൽ വേഗം തന്നെ വെള്ളം ചൂടാക്കാൻ വെക്കും. അപ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട സുധീഷ് പോട്ടെ, എനിക്ക് വേണ്ട, കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, താനെന്ന് പോടോ, ഇവരോടൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് സുധീഷ് വെള്ളം ചൂടാക്കാൻ വെക്കുക. അപ്പോൾ അമ്മായിനെ കലിപ്പോടുകൂടി നോക്കി നിൽക്കുക കേട്ടോ സുധീഷിനെ നിധിനെ. അപ്പോൾ നിധി പറയും, മതി, ഇനി ഇത്രയും ചൂട് മതി, ഇപ്പോൾ ആയിട്ടുണ്ടാവും എന്ന് പറയും. അങ്ങനെ നിധി ആദ്യം അവിടെ നിന്ന് പോയി പുറകെ സുധീഷ് വെള്ളം ചൂടാക്കിയതൊക്കെ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അമ്മായി പറയും, ഡാ നീ എന്ത് കാണിച്ചേ, ഇനി ഇതിപ്പോൾ ആരെടുത്ത് തിരികെ സ്റ്റൗവേൽ വെക്കണേന്ന് ചോദിക്കും. അപ്പോൾ പറയും, ആണോ, അത് എതിർത്ത് കളഞ്ഞേക്കട്ടെ എന്ന് സുധീഷ് ചോദിക്കും. അപ്പോൾ അമ്മായി പറയും, വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി അവനങ്ങനെ എടുത്ത് കളഞ്ഞാലോ എന്ന് ഓർത്ത് അമ്മായി ഇങ്ങനെ അവനെ ഓടിക്കും കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഉമ്മറത്തേക്ക് വരും. അപ്പോൾ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം വേഗം തന്നെ സുഭാഷിനോട് ചോദിക്കും, എന്താ മോളെ, നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയും, ഞാനിങ്ങനെ വെള്ളം ചൂടാക്കാൻ വേണ്ടി പോയായിരുന്നു, അപ്പോൾ അമ്മായി എന്നോടൊന്നും ഉണ്ടാക്കണ്ട, സ്റ്റൗ തരില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയും. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിധി സുഭാഷ് ഏട്ടനോട് പറയും. അപ്പോൾ സുധീഷ് പറയും, ആ പ്രശ്നം ഞാൻ സോൾവ് ആക്കിയേ, ഞാൻ വേഗം തന്നെ ആ പാത്രം എടുത്ത് താഴെ വെച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും വെച്ച് ചൂടാക്കിയതേ, വെള്ളം ചൂടാക്കി റെഡിയായി എന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, ഇനി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, തന്നെ ഉണ്ടാക്കാൻ പോകണ്ട എന്ന് പറയും. അപ്പോൾ നിധി പറയും, ശരി സുഭാഷ് ഏട്ടാ എന്ന് പറയും. അങ്ങനെ അവർ കുറച്ച് നേരം ഇങ്ങനെ സന്തോഷത്തിലിരിക്കും കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഭാസ്കരനും കൂടെ കുറേ ആൾക്കാരുണ്ട്, അവർ കടന്നു വരും. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ മണിച്ചേട്ടൻ വരുന്നുണ്ട്, ഇവർക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ നിധി ചോദിക്കും, അല്ല ഇത് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നോ എന്ന് സുധീഷിനോട് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും, പിന്നെ ഞാനിത് വന്നപ്പോൾ തന്നെ ബുക്ക് ചെയ്തായിരുന്നു എന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും, നികേഷിനോട് പറയും, ഈ സുധീഷ് ഏട്ടൻ ഒരു ചാൻസ് മിസ്സാവില്ല കേട്ടോ, ആക്കൂല കേട്ടോ ഏട്ടത്തിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചിരിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ എല്ലാവരും കൂടി വേഗം തന്നെ ഫുഡൊക്കെ എടുത്ത് കഴിക്കുവാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഭാസ്കരനും ഫ്രണ്ട്സും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നല്ല കുടിച്ച് പൂസായ കേട്ടോ എല്ലാവരും കൂടി വരണേ. അപ്പോൾ ഭാസ്കരൻ വേഗം തന്നെ കൂട്ടുകാരെ കൊണ്ടുവരാണ്, ഭാസ്കരൻ്റെ പൂർവ്വകാല സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും കൂടി മക്കളെയും മരുമകളെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ വന്നിട്ട് ഓരോരുത്തരെയും കാണിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് ഭാസ്കരൻ പറയും, ഓ നമുക്കൊന്ന് പണ്ടത്തെ പോലെ ഒരു പാട്ടൊക്കെ പാടിയാലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടി ഒച്ചത്തിൽ പാട്ട് പാടാം കേട്ടോ. അപ്പോൾ ഈ പാട്ടും ബഹളവും ഒക്കെ കേട്ടിട്ട് നമ്മുടെ അമ്മായി അങ്ങോട്ടേക്ക് വരും. അമ്മായി അങ്ങോട്ടേക്ക് വന്നിട്ട്, നിർത്ത്,
ഇതെന്താ ഇവിടെ നടക്കണേ, ഇപ്പം എൻ്റെ മോളും മരുമോനും കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ ശല്യങ്ങൾ, ഇവരോടൊക്കെ വഴി പറഞ്ഞു കൊടുത്ത ചേട്ടനെ ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുറുമുറുക്കാണ്. അപ്പോൾ ഭാസ്കരൻ പറയും, കൂട്ടുകാരോട് പറയും, എടാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതാണ് പൂതന എന്ന് പറയും. അപ്പോൾ അമ്മായിന് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, ദേഷ്യപ്പെട്ട് ഇങ്ങനെ തരിച്ച് നിൽക്കും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കൂട്ടുകാരിൽ ഒരാൾ പറയും, വാ ഭാസ്കര, നമുക്ക് വല്ല മലയുടെ മുകളിലും പാടത്തോ എവിടെയെങ്കിലും പോയിരുന്ന് നന്നായി കുടിച്ച് പൂസായി പാട്ടൊക്കെ പാടി അങ്ങനെ ആസ്വദിക്കാം എന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ പറയും, ശരി മക്കളെ, എന്നാൽ ഞങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വരാം, നാളെ രാവിലെ വരാട്ടോ എന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഈ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് പോവാട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ സുധീഷും നികേഷും ഹരീഷും സുഭാഷും നിധിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ് കാണിക്കണേ ഇവർ കിടക്കാൻ പോവാട്ടോ. അപ്പോൾ ആണുങ്ങളെല്ലാവരും ഹാളിൽ പായ് വിരിച്ച് കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നിധി റൂമിലേക്ക് പോകും. അപ്പോൾ റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സുധീഷും പുറകെ പോവാട്ടോ. എന്നിട്ട് പറയും, നിധിക്ക് പേടിയാവുമെങ്കിൽ ഞാനും കൂടി അകത്ത് വന്ന് കിടക്കാം എന്ന് പറയും. അപ്പോൾ നിധി പറയും, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ അറിയാം എന്ന് പറയുമ്പോൾ, അല്ല ഇവിടെ ഗ്രാമപ്രദേശമാണേ, അപ്പോൾ വല്ല കറണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ പേടിക്കില്ലേ, പിന്നെ നെറ്റ്വർക്കും കുറവാണ്, അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണല്ലോ എന്നിട്ട്. അപ്പം നിധി പറയും, കുഴപ്പമില്ല, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് എനിക്ക് പറയും. അല്ല നിധി, ഞാനിവിടെ എങ്ങാനും ഒതുങ്ങി വല്ല മൂലയിലും കിടന്നോളാം എന്ന് പറയും. അപ്പോൾ നിധി പറയും, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്ന് പറയും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഹരീഷ് വരുവാണ്. അപ്പോൾ ഹരീഷ് വന്നിട്ട് പറയും, ഏട്ടത്തി, ആ ചാന്ദിനിക്ക് അവിടെ അപ്പുറത്തെ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഏട്ടത്തിയുടെ കൂടെ ഒന്ന് ഇവിടെ കിടത്താവോ എന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയും, അയ്യോ ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു ഹരീഷേ, പോരാൻ പറയും, ഞങ്ങളിവിടെ ഒരുമിച്ച് കിടന്നോളാം എന്ന് പറയും. അപ്പോൾ സുധീഷിന് ദേഷ്യമാവും. അപ്പോൾ സുധീഷ് പറയും, ഇവരിപ്പോൾ എവിടെ നിന്നാണ് വന്നേ, പിന്നെ വരാൻ കണ്ട സമയം, ഞാൻ എങ്ങനെയെങ്കിലും കയറൂലായിരുന്നു അകത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഹരീഷ് പറയും, പിന്നെ ഏട്ടത്തി ഇപ്പം ഏട്ടനെ അകത്തേറ്റ് കിടത്തും, നോക്കിയിരുന്നാൽ മതി, വെറുതെ ഏട്ടത്തിയുടെ ചെരുപ്പിൻ്റെ അടി കൊള്ളാതെ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഹാളിലേക്ക് പോവാണ്, രണ്ടുപേരോട് കെട്ടിപ്പിടിച്ച്. അങ്ങനെ അവിടെ വന്ന് ഇവരെല്ലാവരും കിടക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മായി അതിൽ വരും. അപ്പോൾ വരുമ്പോൾ ഈ സുധീഷ് ഇവരുടെ കൂടെ കിടക്കണ കാണുമ്പോൾ അമ്മായിക്ക് എന്തോ ഡൗട്ട് അടിച്ചു. അപ്പോൾ തന്നെ അമ്മായി നിധിയുടെ റൂമിൻ്റെ അവിടെ പോയിട്ട് റൂമിൻ്റെ വാതിൽ മുട്ടുവാണ്. അപ്പോൾ നിധി വാതിൽ തുറക്കും. അപ്പോൾ എന്താ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മായി പറയും, അല്ല നീ എന്താ ഇവിടെ ഒറ്റയ്ക്കാണോ, നിൻ്റെ ഭർത്താവല്ലേ അവൻ എന്താ ഇവിടെ കിടക്കുന്നേ, എന്താ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിധി പറയും, അല്ല ഭർത്താവും ഭാര്യ ഒരുമിച്ച് കിടക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലല്ലേ, അപ്പോൾ എല്ലാ ദിവസവും ഫ്ലൈറ്റ് പിടിച്ച് നിങ്ങൾ അവിടെ പോയി കിടക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് നല്ല ചുട്ട മറുപടി കൊടുക്കും കേട്ടോ. അപ്പോൾ അമ്മായി പറയും, നേരത്തെ വെള്ളം ചൂടാക്കാൻ വന്നപ്പോൾ എന്ത് പാവമായിരുന്നു, ഇപ്പോൾ എന്താ നാക്ക്, വെറുതെ അല്ല, നീ പറ്റിയ സ്ഥലത്താണ് വന്നേനെ, ആ വീട്ടിൽ വന്ന് കയറാൻ പറ്റിയ മരുമകളാണ്, എന്താ നാക്ക്, അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് അവർ പോട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ചാന്ദിനി അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ചാന്ദിനീനെ കാണുമ്പോൾ അമ്മായി പറയും, ഇതങ്ങ് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ, അല്ലാതെ ഞാൻ എന്ത് ചെയ്തട്ടാ എന്നൊക്കെ പറയും. അപ്പോൾ നിധി പറയും, പോയി കിടക്കാൻ നോക്ക് നിങ്ങൾ എന്ന് പറയും. അങ്ങനെ നിധിയും ചാന്ദിനിയും കൂടി റൂമിൽ കയറി അവർ ഉറങ്ങാൻ കിടന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നികേഷ് പൂജയ്ക്കുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ റെഡിയായി ഒക്കെ പാക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് സുഭാഷ് ചേട്ടൻ വരും. അപ്പോൾ സുഭാഷ് ചേട്ടൻ ചോദിക്കും, എന്താടാ റെഡിയായോ എല്ലാവരും എന്ന് ചോദിച്ചിട്ട് സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുധീഷ് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ വേഗം തന്നെ നികേഷ് പറയും, ഇന്ന് സുധീഷ് ഏട്ടൻ ഭയങ്കര ഗ്ലാമറിലാലോ, ഏട്ടത്തിനെ ഇമ്പ്രസ് ചെയ്യാനാവൂലേ എന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും, പിന്നെ ഇന്ന് നിധി സാരി ഉടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം മാച്ച് ആവണമെങ്കിൽ ഞാൻ മുണ്ട് ഷർട്ട് ഇടണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ നികേഷ് പറയും, പിന്നെ ഏട്ടത്തി സാരി ഉടുക്കുമെന്ന് സുധീഷ് ഏട്ടൻ എങ്ങനെയാണ് മനസ്സിലായേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതൊക്കെ എനിക്കറിയാടാ, നിധി എൻ്റെ ഭാര്യയല്ലേ, അവളെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിധി റൂമിൻ്റെ വാതിലൊക്കെ തുറന്ന് നല്ല സാരിയൊക്കെ കൊടുത്ത് വരും കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ നികേഷ് പറയും എന്ന് പറയും. പക്ഷേ നിധി സുധീഷിനെ നോക്കണമെന്നില്ല. അപ്പോൾ വേഗം തന്നെ നികേഷ് പറയും, ഹായ് ഏട്ടത്തി സൂപ്പർ എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹരീഷും വരും. അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ സുധീഷ് പറയും, അയ്യോ പോലെ നിധി, ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് ഓടി അകത്തേക്ക് പോവാണ്. എന്നിട്ട് അകത്ത് പോയിട്ട് കുറച്ച് മുല്ലപ്പൂ എടുത്തുകൊണ്ട് വരും. അപ്പോൾ വന്നിട്ട് നിധിയിട്ട് പറയും, ഇതും കൂടി ചൂടിക്കോ എന്ന് പറയും. അപ്പോൾ നിധി പറയും, ഹായ് മുല്ലപ്പൂ, ഇതെന്താ, ഇതൊക്കെ എപ്പോൾ വാങ്ങി എന്ന് പറയും. അപ്പോൾ
സുധീഷ് പറയും, ഞാനേ വെളുപ്പിനെ പോയി വാങ്ങിയതാ, ഇതുകൂടി വെച്ചോ. നിധി ഇന്ന് സാരി ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു, അപ്പോൾ അതിന് ഭംഗി കൂട്ടാൻ വേണ്ടി വാങ്ങിയതാ എന്ന് പറയുമ്പോൾ നിധി വേഗം തന്നെ സന്തോഷത്തോടുകൂടി മുല്ലപ്പൂവൊക്കെ വാങ്ങി തലയിൽ ചൂടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ക്ഷേത്രത്തിൽ പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചാന്ദിനിയും സുഭാഷ് ഏട്ടനും ഒക്കെയുള്ള ഒരുപാട് രംഗങ്ങളും അവരുടെ ഒരടുപ്പവും സ്നേഹവും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നിമിഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബൈ.